നാട്ടിൽപ്പെട്ട ബൽഹായിലാണ്. പ്രകൃതി രമണീയമായ ഈത്തപ്പന തോപ്പുകൾ കൊണ്ടും മുന്തിരി വള്ളികൾ കൊണ്ടും നിറഞ്ഞതായ സുന്ദരമായിരുന്ന പ്രദേശമാണ് ബൽഹ എന്ന നാട്. ആ നാടിൽ ഒരു രാജാവുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കേട്ടതായിരിക്കും. ആ രാജാവ് ഇബ്രാഹിം അദ്ദേഹം എന്ന വലിയൊരു രാജാവ്, ഒരു വലിയ രാജ്യത്തിന്റെ അധിപൻ. ഇഷ്ടംപോലെ പ്രജകളും ഇഷ്ടംപോലെ പട്ടാളങ്ങളും എല്ലാം ഉള്ളതായിരിക്കുന്ന ആ വലിയ രാജാവ് പൂപ്പാതികളിലെ മൂപ്പർ പടാശകർ വാസീറാളും തഹത്തോടെ മണർമകൾ മുടിപ്പെടാ പേരാമുണ്ട് ഹോശിയും കോളോ കോൾക്കൂടാ മാനോവർ കണ്ടിടൊൾ പൊന്തും വീടും തീയും ഇരപകലരിപ്പെട ഹോശി പെരൂ താനങ്കാരും പല തമാശായോ അതിലും ശുചാഴത്ത് നടത്തിയും അതിമഹപതികള ശരിയായി പായങ്ങും കീഴടങ്ങി നിന്റെ. അതേ പ്രിയപ്പെട്ടവരെ, ഈ രാജാവിലേക്ക് തന്റെ അംഗരക്ഷകന്മാരും അതേപോലെ തന്നെ തന്റെ മറ്റുള്ള സൈന്യങ്ങളും മടവിയ ഉണർന്ന് കൊണ്ടേ മൗലാത്തൻ മുഖത്തേക്ക് നോക്കി ചിരിത്തവൾ മഴ പൊട്ടി കരഞ്ഞ് കൊണ്ടേ ബഹുമാനം ഒരു നാളിൽ നേരം പുലർച്ചയ്ക്ക് വിരിതത്തിൽ നിന്നേ വെളികൊള്ളാങ്ങിറങ്ങി കുലാവി പതിവ് പോൽ പിറകങ്ങ് മടങ്ങി ചെണ്ടേ. പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞല്ലോ, രാജാവിലേക്ക് ഉറക്കം വന്നപ്പോ വിശ്രമിക്കാൻ വേണ്ടി തന്നെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് റൂം നാം പറഞ്ഞല്ലോ, രണ്ട് വിധം തലയുടയുള്ള, രണ്ട് വിധം പട്ടുകയുള്ള മൃദുലമായ മനോഹരമായ കൊട്ടാരത്തിനകത്തിന്റെ പ്രൈവറ്റ് റൂമിലെ രാജാവ് കിടന്നുറങ്ങാൻ വേണ്ടി ചെന്ന സമയത്ത് സാക്ഷാൽ ഒരു നാട്ടുപ്രമാണിക്ക് പോലും കാണാൻ കഴിയാത്ത ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ റൂമിനകത്ത് കണ്ടത്. എന്താണെന്നറിയോ? രാജാവ് തന്റെ വീടിന്റെ കൊട്ടാരത്തിന്റെ കഥ തുറന്ന് തന്റെ റൂമിന്റെ കഥ തുറന്നുകൊണ്ട് ആ റൂമിലേക്ക് നോക്കുന്ന സമയത്തതാ തന്റെ പട്ടുമെത്തയിൽ ഒരാളിങ്ങനെ കിടന്നുറങ്ങുന്നു. അദ്ദേഹം നോക്കി, അതിന്റെ ഭാര്യയാണോ? അല്ല, അവിടല്ല. പിന്നെ ആരാ? ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ചൂട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പെണ്ണിങ്ങനെ കൂർക്കം വലിച്ച് കിടക്കുകയാണ്. ഇത് കണ്ടപ്പോ